ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഇന്ന് വൈശാഖ മാസത്തിലെ അമാവാസിയാണ്, ആ ഒരു ന്യൂ മൂൺ ഡേ ആണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതലും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് ആണ് നോക്കാറുള്ളത്. എന്താണ് അവരുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ അവർ രഹസ്യമായിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നും ഇവിടെ നോക്കുന്നത്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളോടൊരു സജഷൻ ചോദിക്കാനുണ്ട്. കാരണം നമ്മളുടെ വ്യൂവേഴ്സിൽ കുറച്ച് പേര് പൈൽ റീഡിങ് ഇഷ്ടപ്പെടുന്നവരാണ്. പൈൽ റീഡിങ് മതി എന്ന് പറയുന്നവരുണ്ട്. കുറച്ച് പേർക്ക് ജനറൽ റീഡിംഗ് ആണ് ഇഷ്ടം. ജനറൽ റീഡിങ്ങിൽ തന്നെ ക്ലൂസ് എടുത്ത് ചെയ്താൽ മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മാസം മുൻപ് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഒരു സജഷൻസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വീണ്ടും വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് ആ ഒരു പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കൂടി കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഒരു ചോയ്സസും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത് ഒന്ന് കമൻസിലൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ചുള്ള ആ ഒരു പോസിറ്റീവ് വൈബോട് കൂടി റീഡിംഗ് കാണാനും അതുമായിട്ട് കണക്റ്റഡ് ആവാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലും പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരുപാട് ഒരു ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഈ ഒരു ഡിസ്റ്റൻസിന് ഇപ്പോൾ കാരണമായിട്ട് നിൽക്കുന്നത് നിങ്ങളാണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കും തോറും നിങ്ങളിത് വേണ്ട എന്ന് വെച്ചിട്ട് പിന്മാറുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വീണ്ടും അടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയം തോന്നുന്നുണ്ടാവും. വീണ്ടും ഇത് സ്വീകരിക്കണോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇനിയും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്കുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടുന്ന ഒരു സാമീപ്യം കൊടുക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ കീപ്പ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കാം. അപ്പോൾ അതിനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ അവരിലേക്ക് കംപ്ലീറ്റ്ലി പോവാത്തത്. ഈ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയ ശേഷം മാത്രമേ അവരുമായിട്ടുള്ള ഒരു റീകൺസിലേഷന് ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതും ഇതിനകത്തൊരു റീസണായിട്ട് ചിലപ്പോൾ വന്നേക്കാം. ഇവിടെ അപ്പോൾ ഫസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു 4 ഓഫ് വാട്ടറിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഒട്ടും താല്പര്യമായിട്ട് നിൽക്കുന്നതല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് മനം മടുക്കുന്ന ഒരവസ്ഥയിലാണ് അവരവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അവർക്ക് ആ ഒരു സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് അവിടെ വലിയൊരു ബോർഡം ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് മാനസികമായിട്ട് ഒട്ടും താല്പര്യമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു അവസ്ഥ, ആ ഒരു രീതിയിലാണ് അവരിപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വോയിസസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റർബൻസ് അനുഭവപ്പെടുന്നുണ്ടാവും കേട്ടോ. ഇവിടെ ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സോ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. എങ്കിലും എൻ്റെ വോയിസ് തന്നെ ആയിരിക്കും മാക്സിമം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുക. നമ്മുടെ നോർമൽ വീഡിയോസിൽ കിട്ടുന്ന ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ഇവിടെ അതുപോലെ തന്നെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു 2 ഓഫ് വാട്ടറിൻ്റെ എനർജിയാണ്. അപ്പോൾ അത്രത്തോളം ഒരു സ്നേഹം, അല്ലാന്നുണ്ടെങ്കിൽ വിത്തൗട്ട് യു ദേ ആർ ഇൻകംപ്ലീറ്റ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളില്ലാതെ അവർ ഇൻകംപ്ലീറ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നമുക്ക് ഇവിടെയുള്ള സ്പ്രെഡ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പലതവണ ശ്രമിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു അപ്രോച്ച് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ. കാരണം ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പിരിഞ്ഞ് നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കുറച്ച് ക്ലാഷസ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ അടുത്തായിട്ട് ഈ ഒരു വ്യക്തി അതെല്ലാം വിട്ട് വരാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മതി എന്നുള്ളൊരു എനർജിയിലേക്ക് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു എനർജി ഷിഫ്റ്റ് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അതുപോലെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു പേജ് ഓഫ് എർത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സോറിയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇനി പഴയതുപോലെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടാവാം. ഇനി ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ വരാനുള്ള എല്ലാ സാധ്യതകളും നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ അവരുടെ കരിയർ വൈസൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അത് നിങ്ങളോട് അവർ പറയുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും. അവർക്ക് അങ്ങനെയുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവരുടെ ലൈഫിൽ വരണം. ചിലപ്പോൾ അവരാഗ്രഹിക്കുന്ന ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു നെക്സ്റ്റ് ലെവൽ, അവരുടെ ഒരു ജോലിയിലുള്ള പ്രൊമോഷൻ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവണമെന്ന് നിങ്ങളും കൂടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു മാറ്റമെല്ലാം നിങ്ങളെ അറിയിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനി അതുപോലെ ആ ഒരു 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ അവർ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ എത്രത്തോളം സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഒരു 2 പേരുടെയും ഒരു അൺഫോർഗറ്റബിൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ആ പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാമീപ്യം അവർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമെങ്കിൽ എത്രത്തോളം വാശി പിടിക്കും, ആ ഒരു രീതിയിൽ നിങ്ങൾ വേണമെന്ന് ഉള്ളത് തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ള ആ ഒരു തോട്ട്. ഇനി അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു 8 ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. അതൊരു ആക്ഷൻ കാർഡാണ്. കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു കാർഡാണ്. എത്രയും വേഗം അവൈലബിൾ ആവുക അല്ലെങ്കിൽ എത്രയും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് റെക്കറിംഗ്ലി മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഒന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയ ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി അതുപോലെ നെക്സ്റ്റ് ഡെക്കിൽ നിന്ന് വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്ന ആ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയുമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കറക്റ്റ്ലി അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളാണ് ഏറ്റവും ദ ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു പേഴ്സണെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അവർ നിങ്ങളുടെ മുൻപിൽ ഒന്നുമല്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നൊരു സ്നേഹം വേറൊരു രീതിയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ മറ്റൊരു ലെവലിലായിരിക്കാം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ പോലും അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ഏറ്റവും ആ ഒരു റൈറ്റ് പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ എല്ലാം ആവേണ്ടതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഇനി അതുപോലെ നെക്സ്റ്റ് ആയിട്ട് ആ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചറിൽ നിന്ന് തന്നെ അറിയാം ഒരു ഹാർട്ട് 3 വാളുകൾ കയറി പിയേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത്രത്തോളം ഒരു ഹൃദയവേദന അവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ലെസൺസ് അവർ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടി അത് നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് പോയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യം കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളാണ് ദി ബെസ്റ്റ് എന്നുള്ളത് അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ തനി നിറം അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ചില സത്യങ്ങൾ അവർ മനസ്സിലാക്കി, ഒരു ട്രൂത്ത് റിവീലായിട്ടുള്ള ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളിൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ പോലും അതെല്ലാം മാറി ആ ഒരു സത്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്ന ഒരു ടൈം കൂടിയാണിത്. അതേപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു 8 ഓഫ് പെൻറ്റക്കിൾസും അതെ, അവർ കൂടുതലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളെ അടുപ്പിക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഇവർ റെഡിയാണ് എന്നുള്ളതാണ്. ഇവിടെ അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഈ വ്യക്തി നിങ്ങളുടെ പുറകെ നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വാശി പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോയതെങ്കിലും തിരിച്ചു വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വർക്ക് ചെയ്യാനും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ എത്ര വേണമെങ്കിലും ഇതിന് എഫേർട്ട് ഇടാം, ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ സമയം വേണമെങ്കിൽ ചിലവഴിക്കാം എന്നുള്ളൊരു എനർജി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു 8 ഓഫ് സോഡ്സിൻ്റെ എനർജി തന്നെയാണ്. കാരണം അത്രത്തോളം അവർ നിങ്ങളിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ സ്റ്റക്കാണ് എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് അവരുടെ മൈൻഡിലുള്ളൊരു തോട്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവില്ല, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സണെ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ സാധിക്കാത്തത് എന്നൊക്കെയുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടാവാം. അപ്പോൾ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി വേണം എന്നുള്ള ആ ഒരു തരം
ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇതും ആ ഒരു യൂണിവേഴ്സിൻ്റെ പ്ലാൻ തന്നെയായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇത്രയും ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സ് തന്നെ സൃഷ്ടിച്ചതായിരിക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നെക്സ്റ്റ് 2 കാർഡുകൾ എന്ന് പറയുന്നത് ആ ഒരു ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയും കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങളിൽ ഭൂരിഭാഗം വ്യക്തികളും ചിലപ്പോൾ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, ഫാമിലിയുള്ള വ്യക്തികളായിരിക്കാം, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫോ ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ ജെനുവിനായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവരെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു അടിയുറച്ച് ഇവരെ നമ്മളെ കൂടെ കൂട്ടാം എന്നുള്ളതാണ് ഇവിടെ നാം പറയാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഇവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങളോട് അവർക്കുള്ളൊരു സ്നേഹം ജെനുവിൻ തന്നെയാണ്. അവരുടെ ഒരു നിവർത്തികേട് കൊണ്ടോ അല്ലെങ്കിൽ സിറ്റുവേഷൻ കാരണമൊക്കെ ആയിരിക്കാം തേർഡ് പാർട്ടിയെ ഒഴിവാക്കാനായിട്ട് സാധിക്കാത്തത് ചിലപ്പോൾ. പക്ഷേ എങ്കിലും നിങ്ങളോട് അവർക്ക് ഉണ്ടാവുന്നത് ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമാണ്, ഒരു സ്ട്രോങ് അഡ്മിറേഷനാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ട്ണർ നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ് അവരുടെ ഒരു ബിലീഫ്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയും ഇവർ ഒരുപാട് ഇമോഷണലി മെച്യൂർ ആയതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെടുക്കുന്ന ആ ഒരു ഡിസിഷനും അത്രത്തോളം ജെനുവിൻ ആണ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ആലോചിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അവരിപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു എത്ര പേഷ്യൻസോടുകൂടി വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ടൊക്കെ അവർ തയ്യാറാണ്. നിങ്ങൾ മതി എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ഉള്ളത്. അവർ പലപ്പോഴും പല തരത്തിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞൊരു പെടപ്പെന്ന് പറയില്ല, ആ ഒരു രീതിയിലാണ് ഇവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ഒരു പക്ഷേ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരുന്ന് മതിയായിട്ട് ഇനി ഇതിൽ നിൽക്കണ്ട എന്ന് വിചാരിച്ച് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചപ്പോഴായിരിക്കാം ഈ ഒരു വ്യക്തി ആ ഒരു പഴയ സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേർക്കെങ്കിലും അത്തരത്തിലുള്ളൊരു എനർജി ആയിരിക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സൺ വന്നിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ടൊരു വിമുഖത കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺ വളരെ ജെനുവിനായിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് തന്നെയാണിത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ വ്യൂവേഴ്സിൽ ഒരുപാട് പേർക്കും ക്ലൂസ് എടുക്കുന്നത് ഇഷ്ടമാണെന്നുള്ള എനിക്കറിയാം. പലരും വന്ന് എന്നോട് പറയാറുണ്ട് ക്ലൂസ് എടുക്കാത്ത ഒരു റീഡിങ്ങിനൊക്കെ എടുക്കായിരുന്നില്ല മാം, അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ തന്നെയാണെന്നൊരു കുറച്ചെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടിയാനേലോ എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലൂസ് എടുക്കുന്നുണ്ട്. ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പുറകെ വരാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു എനർജി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലൂസും കൂടി എടുത്ത് കൺഫർമേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. അതുപോലെ പൈസിസ് സോഡിയക് സൈൻ, ആലപ്പുഴ ടോറസ് സോഡിയക് സൈൻ, നമ്പർ 24, നമ്പർ 12, സെപ്റ്റംബർ മന്ത്, ജൂൺ, ലെറ്റർ O, ലെറ്റർ K, നമ്പർ 16, letter N, number 19, number 10, Trivandrum, November month, Aquarius, letter B, Malappuram, Ernakulam, Kozhikode, number 2, and last letter Z. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഏത് റീസണിൻ്റെ പേരിലാണെങ്കിലും നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തി ഒരുപാട് ആഗ്രഹത്തോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ നിങ്ങളത് ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.